ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ഫ്രണ്ട്സായി കളിക്കുന്നത്. ബട്ട് അതിൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ വീഡിയോ ഒന്നുമില്ല. ഞങ്ങൾ നെതറൈറ്റ് നമ്മുടെ ഫുൾ അപ്ഗ്രേഡ് ആയ ശേഷമുള്ള വീഡിയോ മാത്രമാണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ അത് ഇത്തിരി ബോറിംഗ് ആയതുകൊണ്ട് ഞാൻ ബാക്കി വീഡിയോ ഇട്ടില്ല. അപ്പോൾ അതിന് പകരം ഞങ്ങൾ ആ സെർവറിൻ്റെ ഡാറ്റ ഡിലീറ്റ് ചെയ്ത് വീണ്ടും ഒരു സെർവർ തുടങ്ങി. അതും ആ സെർവറിൽ ഞാൻ ശ്രുതിയുടെ സീഡാണ് ഉപയോഗിച്ചത്. ആ സെർവറിലല്ല, ഈ സെർവറിൽ ശ്രുതിയുടെ ലെസ് പ്ലേ സീരീസിൻ്റെ സൈഡും അത് ആദ്യത്തെ ജാവ എഡീഷൻ്റെ ആണ് എടുത്തതാണ്. നമുക്ക് അധികം വൈകിക്കാണ്ട് കളി തുടങ്ങാം. നമ്മ ഇത് കയറുമ്പോൾ തന്നെ സ്റ്റോൺ ടൂൾസ് കിട്ടും. കുറച്ച് പിഗ്ഗിനൊക്കെ കൊല്ലട്ടെ. ഫുഡ് കളക്ട് ചെയ്യാം. കുറച്ച് ഫുഡൊക്കെ വേണം. ഫുഡ് തീരെയില്ല. ആദ്യം ഫുഡ് തന്നെ കളക്ട് ചെയ്യാം. ഗൈസ്, ഫുഡിനെ പ്ലാങ്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് അടിച്ചു കൊല്ലാം. ചാടാം. കൊല്ലാൻ എഴുതിയതാ, പാവം ജീവിച്ചു നോക്കട്ടെ. നമുക്ക് ഫുഡ് വേണ്ടത്. കുതിരേനെ വന്നാൽ ഫുഡ് കിട്ടില്ല. പന്നീനെ കൊല്ലാം. സ്പൈഡർ തന്നെ. എന്നെ സ്പൈഡർ കൊല്ലാണ് കഴിച്ചു. പന്നീനെ കൊല്ലാനും പറ്റുള്ള സ്പൈഡർ എന്നെ കൊല്ലുകയും ചെയ്യണം. സ്പൈഡർ എന്നെ കൊന്നു. ബാക്ക് അടിച്ച് പോട്ടെ അങ്ങോട്ടേക്ക്. അതിന് സാധനങ്ങളുണ്ട്. സാധനങ്ങൾ കിട്ടി. ഇനി പന്നീനെ ധൈര്യം കൊല്ലാം. അങ്ങനെ കൊന്നപ്പോൾ ഹെഡ് തന്നു പന്നി. ഇപ്പോൾ തൽക്കാലം തലയിൽ വെച്ചേക്കാം. അടുത്തതിനെ കൊല്ലാം. അതും തല തന്നു. ആട്. ഷീപ്പ് ഷീപ്പ് ഷീപ്പ്. എടുത്തിട്ട് നമുക്ക് സീഡ് കളയാം. ഇനി പന്നീനും കൂടിയും കൊല്ലാം. നമുക്ക് ലെഫ്റ്റ് ഇടത്തേക്ക് പോകണം. സ്ലാഷ് അറിയാണ്ട് വീണ്ടും വന്നു. അക്സെപ്റ്റ് ചെയ്യാത്തേ. സോംബി അതിനിടയ്ക്ക് കൊല്ലാൻ. സോംബിയുടെ ഹെഡും കിട്ടിയവന്. സ്കെൽട്ടൻ. റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. അബദ്ധം പറ്റി. നീ റിക്വസ്റ്റ് ക്യാൻസലായി. വീണ്ടും ഇടാം. വീണ്ടും വീണ്ടും. എന്താണ്? സ്കെൽട്ടന് എയിമില്ല. വെറുതെ പറഞ്ഞ്. നല്ല എയിമാ. സാധനം എടുക്കാം. ലെഫ്റ്റ് എടുത്ത് ടി പി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ജാവൊക്കെ ചെയ്യണം. ഞാൻ എടുത്ത് ടി പി ആവാൻ പറ്റുള്ള. എങ്കിലാവൂലേ. റിക്വസ്റ്റ് ഇട്ട് അനങ്ങരുത്. ആയേ. ടിയുടെ മഷ്റൂം ഐലൻഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അവൻ മഷ്റൂം ഐലൻഡിലാണ് ബേസ് ഉണ്ടാക്കണേ. ബേസ് ട്രസ്റ്റ് തന്നില്ല കള്ളൻ. തുറക്കാൻ പറ്റണില്ലല്ലോ ട്രസ്റ്റ് ഇല്ലാണ്ട്. ട്രസ്റ്റ്
പുറത്ത് അല്ല, ഞാൻ ഇത് ചെയ്യണ അവൻ്റെ പുറത്ത് കയറാൻ നോക്കിയതാ. അപ്പം ഞാൻ കമാൻഡ് വെച്ച് ആവുള്ളൂ കമാൻഡ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കമാൻഡ് അടിച്ചു കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചു ഞാൻ അവൻ്റെ തലയിലായിരുന്നു. പെർമിഷൻ തരാൻ എനിക്ക് അവൻ്റെ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അവൻ ട്രസ്റ്റ് മഷ്റൂം ഹെഡ്, ബി ഹെഡ്, ബീനൊക്കെ ഉണ്ട്. മഷ്റൂം ഹെഡ്, മഷ്റൂം കൗ ഹെഡ്, എൻ്റെ പിഗ് ഡിലീറ്റ്, സോംബി ഡിലീറ്റ്, ഷീപ്പ് ഡിലീറ്റ്. അതൊരു ഗിഫ്റ്റ് ആയിക്കോട്ടെ. എനിക്കിനി ഇതൊക്കെ അവന്മാരെല്ലാവരും ഒരുമിച്ചു. ഡയമണ്ടാ. എനിക്കിതൊന്നും വേണ്ടാടാ, നീ എടുത്തോ. ഉള്ളൊന്നും എനിക്ക് ഇട്ടുതരാം. എനിക്ക് ഡയമണ്ട് മതി. ഫുഡ് വേവിച്ചാലോ? എനിക്കെന്നെ തിരിച്ചെന്നെ മൂലവിടെ ചെയ്യട്ടെ. വേണ്ട, ട്രൈബിൾ ഏരിയ ഇവിടെ അവൻ്റെ ചെസ്റ്റിൽ തന്നെ വയ്ക്കാം. ഫുഡ് വേവിക്കാം. ഫുഡ് അങ്ങനെ വേവിച്ച് കഴിഞ്ഞ് എല്ലാ ഫുഡും വേവിച്ച് പിന്നെ റെക്കോർഡർ ഓഫ് ചെയ്തിട്ട് ഇപ്പം ഞാൻ മൈൻ ചെയ്യാൻ പോയി. നിങ്ങൾ ഇതും പിക്കാക്സ് എവിടെ നിന്നിട്ട് എഫ്റ്റ് തന്നിരുന്നു. പിക്കാക്സ് ഡയമണ്ട് മൈൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. കേവിലെത്തി. ഞാൻ റെക്കോർഡർ ഓഫ് ചെയ്തൊന്ന് കാര്യം പറഞ്ഞു. ഡയമണ്ട് കണ്ടിരുന്നു. ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാനുള്ള ബട്ടൺ തപ്പിട്ട് വേറെ നമ്മുടെ ഡയമണ്ട് തേരി ഇവിടെ നിന്ന് എനിക്ക് 4 എത്തി. കുറേ ഡയമണ്ട് ഞാൻ അവസാനം കാണിക്കുമ്പോൾ എന്തോരൊക്കെ കിട്ടിയിരുന്നു. കുറച്ചങ്ങോട്ട് കേവിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കേവ് മാറി ട്രെയിനൊക്കെ പോയി. കേവ് ജസ്റ്റ് പല ഡയമണ്ട് കേവിലുണ്ടെങ്കിലും ഇത് എനിക്ക് അയണായിരുന്നു. അയണാണ് എനിക്ക് അത്യാവശ്യം. അയൺ ഫാം ഉണ്ടാക്കണവരെ അയൺ വേണം. എനിക്ക് ഇവിടെ നിന്ന് കുറേ മൈൻ ചെയ്തു. മൈനിങ്ങിന് വരണ്ടല്ലോ കരുതി. മൈനിങ് വീഡിയോ ഒന്ന് മൈനിങ് കഴിഞ്ഞ് ഞാൻ പുറത്തെത്തിയപ്പോൾ കടലിൽ എന്താ നിൽക്കണമെന്ന് വെച്ചാൽ ഒരു ബേസ് ഉണ്ടാക്കാൻ കുറേ ദൂരം പോയിട്ടുണ്ടാക്കാൻ. ഇത്ര 64 അയൺ പ്ലസ് 4 ഒരു അയൺ ഞാൻ സ്മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 അയൺ സ്മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയമണ്ട് 57, 35, ഡയമണ്ട് 14. ബേസ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ ദൂരം ബ്ലോക്ക് ട്രാവൽ ചെയ്യാന്ന് കരുതി. അപ്പം നമുക്ക് ട്രാവൽ ചെയ്യാം. അതിനുവേണ്ടി കടലിൽ നിൽക്കണേ. കടലിൽ കുറേ ട്രാവൽ ചെയ്യുമ്പോഴാണ് ബെസ്റ്റ് എഴുതി കടലിൽ വന്നു. അത്യാവശ്യം ദൂരം പോകണമെന്നാണ് എൻ്റെ ഇഷ്ടം. 15,000 ബ്ലോക്ക് പോകണം, 5,000 ബ്ലോക്ക് പോകണമെന്നാണ് പ്ലാൻ. അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഷിപ്പ് ട്രാക്ക് കിട്ടിയിരുന്നു.
ഫാം എങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ കടലിൽ ഇറങ്ങണ്ട അങ്ങനെ എഴുതിയിട്ട് ഹോം സെറ്റ് ചെയ്ത് പോരാ. അപ്പോഴാണ് ഇത് അവിടെ ആയിട്ട് ഷിപ്പ്രൊക്കെ ഉണ്ട്. ആദ്യം മഞ്ഞ് എന്തിട്ടാണ് എന്തോ ഇരിക്കുന്നത് മലയാനൊക്കെ എഴുതി എടുത്തിട്ടാറായപ്പോഴാണ് കണ്ട ഷിപ്പ്രൊക്കാണ്. അത് ലൂട്ട് ചെയ്തിട്ടില്ല. ആദ്യം തന്നെ മറ്റേ മാപ്പ് കിട്ടി. എന്തായാലും മാപ്പ് പിന്നെ നോക്കാം. ഇപ്പം എന്തായാലും സ്ഥലം തപ്പി അറിയുന്നില്ല. ആവശ്യം വരുമ്പോൾ നമുക്ക് ഈ മാപ്പ് നോക്കാം. അടിയിൽ വേറെ ചെസ്റ്റും കൂടി ഉണ്ടാവും, അത് നോക്കാം. അതിൽ വല്ല നല്ല ലൂട്ട് ഉണ്ടെങ്കിൽ ഇവിടെ കിട്ടാൻ തോന്നുന്നു. നല്ല ലൂട്ട് നല്ല ലൂട്ട് ചെസ്റ്റ് കുറേ ഉണ്ട്. അത്യാവശ്യത്തിന് കിട്ടി. ലാപ്പിസ് കുറവാണ്, എനിക്കതേ ഇല്ല ഓടിക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോരാവില്ല. ഓടിക്കായിരിക്കും. ഇപ്പൊ തന്നെ മൈൻഡ് ചെയ്ത പിന്നെ ബാക്കി ഉണ്ടാവില്ല. റെസ്പോൺസ് എത്തിയ ഹേബയിലുണ്ട്, നമുക്ക് പിന്നെ ഇതാണ് വില്ലേജ്. വില്ലേജ് ആദ്യത്തെ വില്ലേജ് തന്നെ ഉണ്ട്. ഇത്രയൊന്നുമില്ല. കാരത്തോല് ഇപ്പൊ വന്നിട്ടുള്ളൂ. എഫ്ടി ഒക്കെ ബേസ് ഉണ്ടാക്കി. പിന്നെ ആൾക്കാരൊക്കെ ഇനി വരുന്നുള്ളൂ. കുറച്ച് ബ്രെഡ് ഉണ്ടാകും. ഇന്നത്തെ എപ്പിസോഡ് നിർത്താം. ആദ്യത്തെ എപ്പിസോഡ് അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ബ്രെഡും കഴിച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ബ്രെഡ് കഴിക്കാം. ബ്രെഡും കഴിച്ച് വില്ലേജിൽ ഞാൻ വില്ലേജിൽ കാണാം.
വേറെ വില്ലേജ് കണ്ടിരുന്നു, അത് ഞാൻ ഒന്നും ചെയ്തില്ല. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം.